ദൈവത്തിന് സ്തുതി. ആദരണീയരായിട്ടുള്ള മേൽപ്പെട്ടക്കാരെ, സ്നേഹബഹുമാനമുള്ള അച്ഛന്മാരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. നല്ല വൈബിൽ പോവാണ്. അതിൻ്റെ ഇടയ്ക്കൊരു വേദപുസ്തക പഠനം, അതേ വൈബിൽ എന്നാൽ ഗൗരവം ഒട്ടും ചോരാതെ നിർവഹിപ്പാൻ തക്കവണ്ണം ഇടയാകുമെന്ന് പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. 2011 മുതൽ 16 വരെയുള്ള കാലങ്ങളിൽ മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമാകുവാൻ തക്കവണ്ണം എനിക്കും അവസരങ്ങൾ ലഭിച്ചു. എൻ്റെ വ്യക്തി ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും ശുശ്രൂഷയിലുമൊക്കെ വളരെയധികം ഇൻസ്പിറേഷനായിരുന്നു മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസ്. നന്ദിപൂർവ്വം സ്മരിക്കുകയും അപ്രകാരമുള്ള ഈ വേദിയിൽ വേദപുസ്തക പഠനത്തിനായി ലഭിച്ച ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും അവസരം നൽകിയ അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനി, ഈ കോൺഫറൻസിൻ്റെ സഹരക്ഷാധികാരി അഭിവന്യ സറാഫിം തിരുമേനി, കോൺഫറൻസ് പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട പോൾ ജേക്കബ് അച്ഛൻ, മറ്റ് ഭാരവാഹികൾ എന്നിവരോടുള്ള നന്ദി സ്നേഹവും വിനയത്തോടുകൂടെ അറിയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സമയത്തിനായി നിനക്ക് സ്തുതി. വേദപുസ്തകത്തെ ഗൗരവമായി കാണുന്നൊരു സമൂഹമായി ഞങ്ങളെ നീ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നുവല്ലോ. വേദപുസ്തകം പഠിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. നന്മതിന്മകളെ തിരിച്ചറിയുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ വേദപുസ്തക പ്രകാരം ജീവിപ്പാനും തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചാട്ടെ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണം. ശ്രദ്ധയോടും താല്പര്യത്തോടും ആയിരിക്കാൻ തക്കവണ്ണം ഇടയാകണമേ. ബലഹീനരായ ഞങ്ങളെല്ലായ്പ്പോഴും നീ ബലപ്പെടുത്തുന്നല്ലോ. സ്തോത്രം. യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. അസാധാരണമായ ആരംഭം, അതിശയം ജനിപ്പിക്കുന്ന ആരംഭം പലപ്പോഴും നാം കാണാറുള്ള ഒന്നാണ്. 2 ദിവസമായി ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യുന്നത് 14 വയസ്സുള്ള വൈഭവ് സൂര്യവംശിയെക്കുറിച്ചാണ്. നിങ്ങൾ ഇന്നലെയും മെനഞ്ഞാന്നുമെല്ലാം IPL കണ്ടവനാണെന്ന് എൻ്റെ വിചാരം. 14 വയസ്സുള്ള വൈഭവ് സൂര്യവംശി ഇൻ്റർനാഷണൽ ബോളേഴ്സായിട്ടുള്ള മുഹമ്മദ് സിറാജിനെയും റാഷിദ് ഖാനെയും വാഷിങ്ടൺ സുന്ദറിനെയും എല്ലാം അടിച്ചു പറത്തി 30 പന്തുകളിൽ സെഞ്ചുറി അടിച്ച് തിളങ്ങി നിൽക്കുകയാണ്. നേരിട്ട് ആദ്യ പന്ത് തന്നെ 2 മത്സരങ്ങളിലും ബൗണ്ടറി ലൈൻ കടത്തിയ 14 വയസ്സുകാരൻ. സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയരുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോൾ 90s കിഡ്സിനോടാണ് ചോദിക്കുന്നത്, 14-ാം വയസ്സിൽ നിങ്ങൾ എവിടെയായിരുന്നു? ഒരു നല്ല മടലുപാറ്റ് പോലും പിടിക്കാൻ അറിയാതെ ഓടിയ ആളുകളായിരുന്നു. പുതിയ ജനറേഷൻ ധൈര്യത്തോടും വലിയ കോൺഫിഡൻസോടുകൂടി ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കുമ്പോൾ കാണുമ്പോൾ ഒത്തിരി സന്തോഷവും ആനന്ദവുമൊക്കെയാണ്. അസാധാരണമായ ഒരു ആരംഭമായി, അതിശയം ജനിപ്പിക്കുന്നൊരു തുടക്കമായിട്ട് വൈഭവിനെ കാണുന്ന സമൂഹം. എന്നാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ കോച്ച് എല്ലാം ആയിരിക്കുന്ന രാഹുൽ ദ്രാവിഡ് ഒരു പ്രത്യേക സ്ട്രിക്റ്റായ ഒരു പരിശീലന ശൈലിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. കാരണം വളരെ യങ് ഏജിൽ, ചെറുപ്പകാലത്തിൽ തന്നെ ഒരുപാട് പണം സമ്പാദിക്കുമ്പോൾ, ഒരുപാട് ഫെയിം, പ്രശസ്തി ലഭിക്കുമ്പോൾ വഴിതെറ്റിപ്പോകുവാനുള്ള സാധ്യത വളരെ വലുതാണ്. അങ്ങനെയുള്ള ഉദാഹരണങ്ങളുണ്ട്. സാക്ഷാൽ സച്ചിനോടൊപ്പം ആരംഭിച്ച വിനോദ് കാംബ്ലെ ഇന്ന് എവിടെയാണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പൃഥ്വി ഷാ, അദ്ദേഹം ഇന്ന് എവിടെയാണ്? അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റായ ഡിസിപ്ലിനോടുകൂടെ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ചിട്ടകൾ, ശിക്ഷണങ്ങൾ നൽകുവാൻ രാഹുൽ ദ്രാവിഡ് തയ്യാറെടുക്കുന്നു. വേദപുസ്തകത്തിലും അസാധാരണമായി അതിശയകരമായ രീതിയിൽ തുടക്കം കുറിച്ച ആളുകളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഒടുവിൽ വലിയ പരാജയങ്ങളിലേക്ക് വീണുപോയ, ഒട്ടുമേ ഓർക്കപ്പെടാതെ വീണുപോയ, അർത്ഥമില്ലാതെ ജീവിച്ചു പോയ ആളുകളെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അതിൽ ഒരു വ്യക്തിയാണ് സോളമൻ. നമുക്കെല്ലാവർക്കും സോളമനെക്കുറിച്ചറിയാം. വൈസസ്റ്റ് കിങ്, ജ്ഞാനിയിൽ ജ്ഞാനിയായ രാജാവാണ് സോളമൻ. അങ്ങനെയാണ് എല്ലായ്പ്പോഴും നാം പഠിച്ചിട്ടുള്ളതും നാം വായിച്ചിട്ടുള്ളതും. ഈ മനുഷ്യൻ്റെ ആരംഭം അതിഗംഭീരമായിരുന്നു. അതിശയം ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ മനുഷ്യൻ്റെ ആരംഭം. എന്നാൽ ഒടുക്കമോ അവസാനമോ അത് വളരെ പ്രയാസമേറിയ, അർത്ഥമില്ലാത്ത അനുഭവങ്ങളിൽ ഒടുങ്ങിപ്പോയൊരു മനുഷ്യൻ. ഇന്ന് നമ്മൾ സോളമൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ധ്യാനിക്കുവാനായി പോകുന്നത്. ഞാൻ ഈ വേദപുസ്തക പഠനത്തിൽ നൽകുന്ന തലക്കെട്ട് ഡിവൈൻ ഡ്രീംസ്, ഡേഞ്ചറസ് ഡീവിയേഷൻസ്, AI ഓഫ് സോളമൻ എന്നുള്ളതാണ്. ആസ്പിറേഷൻസ് ആൻഡ് ഇൻസ്പിറേഷൻസ് ഓഫ് സോളമൻ. ഡിവൈൻ ഡ്രീംസ്, ഡേഞ്ചറസ് ഡീവിയേഷൻസ്. ദിവ്യമായ, ദൈവികമായ സ്വപ്നങ്ങളും അപകടകരമായ വഴിമാറലുകളും
ശലോമോൻ്റെ ജീവിതത്തിലെ അഭിലാഷങ്ങളും പ്രചോദനങ്ങളും എന്നുള്ള വിഷയം. അതിനാധാരമായി 1 Kings chapter 3 verses 3 to 15, 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. 1 Kings chapter 3 verses 3 to 15. മൈക്ക് കൊടുക്കാം. യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു. രാജാവ് ഗിബിയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അതിന് ശലോമോൻ പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥത്തോടും കൂടെ നിന്റെ മുൻപാകെ നടന്നതിനൊത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവ നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകിയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകമെന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമ്മനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തന് നിനക്ക് സമ്മനാകുകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ് തരും. ശലോമോൻ ഉറക്കമുണർന്നപ്പോൾ അത് സ്വപ്നമെന്ന് കണ്ടു. പിന്നെ അവൻ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന് യഹോവയുടെ നിയമപെട്ടകത്തിന് മുമ്പാകെ നിന്ന് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളും അർപ്പിച്ച് തൻ്റെ സകല ഭൃത്യന്മാർക്കും വിരുന്ന് കഴിച്ചു. താങ്ക് യു. ചാപ്റ്റർ 11 വേഴ്സ് 9 to 11 മറ്റൊരാൾക്ക് വായിക്കാം. 11-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കൂടെ. അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ അവനോട് കോപിച്ചു. യഹോവ ശലോമോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്കിൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും. താങ്ക് യു. ശലോമോൻ ആ പദത്തിൻ്റെ അർത്ഥം സമാധാനമുണ്ടാക്കുന്നവൻ എന്ന അർത്ഥമുണ്ട്, ജ്ഞാനിയായ മനുഷ്യൻ എന്ന അർത്ഥമുണ്ട്. സോളമൻ എന്നുള്ള പദം അതിൻ്റെ മൂലഭാഷയിൽ ശാലോം, സമാധാനം എന്ന് പറയുന്ന ഹീബ്രു പദത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നതായി വിശ്വസിക്കപ്പെടുന്നു. പൂർണ്ണത, പെർഫെക്റ്റ് ആവുക, ഹോൾനെസ്, പരിപൂർണത, തികവുള്ള അവസ്ഥ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആ പേരിന് ഉടയവനായ ശലോമോൻ, അദ്ദേഹം ദൈവത്തിൽ നിന്ന് ജ്ഞാനം ചോദിച്ചു മേടിച്ചയാൾ എന്ന അർത്ഥത്തിൽ അസാധാരണമായ, ദൈവത്തെ പോലും പ്രസാദിപ്പിക്കുന്ന, അതിശയം ജനിപ്പിക്കുന്ന ആരംഭം ഉണ്ടായിരുന്നയാൾ. എന്നാൽ ഇസ്രായേൽ മക്കളെ നയിക്കുന്നതിൽ ആദ്യകാലങ്ങളിൽ ഈ വിസ്ഡം, ജ്ഞാനം അതീവമായ ബുദ്ധിയോടുകൂടെ പ്രയോഗിച്ച ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ ഈ വിസ്ഡം ഉപയോഗിക്കുവാൻ പരാജയപ്പെട്ടു പോകുന്നു. തനിക്കുണ്ടായിരുന്ന അഭിലാഷങ്ങളും പ്രചോദനങ്ങളും നഷ്ടമാക്കി കളയുന്ന അനുഭവം, അതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അതുകൊണ്ട് ശലോമോനെ ഒരു വിശുദ്ധനായ വ്യക്തിയായി അവതരിപ്പിക്കുവാൻ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് സാധ്യമാവുകയില്ല. നല്ല തുടക്കം ലഭിച്ച എന്നാൽ വഴി മാറിപ്പോയ, പരാജയത്തിലേക്ക് വീണുപോയ മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് നമുക്ക്
ശലോമോനെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു വിരോധാഭാസം നമുക്ക് കാണുവാൻ തക്കവണ്ണം, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം ഫസ്റ്റ് കിങ്സ്, രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്നുള്ളതാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം, 2-ാം പുസ്തകം എന്നീ തലത്തിൽ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. വേദപുസ്തകത്തിലെ ചരിത്ര പുസ്തകങ്ങളായി ആവർത്തന പുസ്തകം മുതൽ 6 പുസ്തകങ്ങൾ, 2 രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ വരെ നമുക്ക് അതിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഡ്യൂട്ടോണോമിസ്റ്റിക് ഹിസ്റ്ററി, ആവർത്തന ചരിത്രം എന്നൊക്കെ വേദശാസ്ത്രജ്ഞന്മാർ അതിനെ പേരിട്ട് വിളിക്കുകയാണ്. വേദപുസ്തകം ഒരു ചരിത്ര പുസ്തകമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നായിരിക്കും അതിൻ്റെ ഉത്തരം. എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ച അഭിനന്ദ ഇവാനോ ശ്രീമേനിയുടെ സാന്നിധ്യവും സന്തോഷം നൽകുന്നതാണ്. അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് വചനം പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നതും സന്തോഷകരമായ വസ്തുതയാണ്. ഹിസ്റ്റോറിയോഗ്രഫി, ചരിത്രം എഴുതുന്നൊരു മെത്തഡോളജി വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. വേദപുസ്തകത്തിലെ ചരിത്രം ഒരു ശരിയായ ഹിസ്റ്റോറിയോഗ്രഫി ആണോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ദൈവം എങ്ങനെ ചരിത്രത്തിൽ ഇടപെട്ടു, വ്യക്തികളുടെ ജീവിതത്തിലൂടെ ദൈവം എപ്രകാരം അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കി, അത് മുൻകണ്ടുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ചരിത്രം എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ആഹാബിനെ കുറിച്ച് അറിയാമോ? ആഹാബ് രാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിൽ വായിക്കുന്നത് വളരെ മോശമായി ജീവിച്ച ക്രൂരനായ ഒരു വ്യക്തിത്വമായി ആഹാബിനെ നാം അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിന് പുറത്തുള്ള ചരിത്ര പുസ്തകങ്ങളിൽ ആഹാബ് ദൈവത്തെ വിസ്മരിച്ചുവെങ്കിലും വളരെ നല്ല ഭരണാധികാരിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ ചരിത്രത്തെ കാണുന്നത് ദൈവത്തിൻ്റെ സോവർണിറ്റി, പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ടും അടയാളപ്പെടുത്തുവാനും വേണ്ടിയാണ് വേദപുസ്തകത്തിലെ ചരിത്രം കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് തന്നെ വേദപുസ്തകം ഒരു ദൈവശാസ്ത്ര രേഖയാണ്, തിയോളജിക്കൽ ഡോക്യുമെൻ്റാണ്. ഒരു ഹിസ്റ്ററി ചരിത്ര പുസ്തകത്തേക്കാൾ ഉപരിയായി നമ്മൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ചരിത്രം കാണുന്ന പുസ്തകമായി ഈ ഭാഗത്തെ കാണുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. അതുകൊണ്ട് രാജാക്കന്മാരുടെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വേദഭാഗം പഠിക്കുമ്പോൾ കൊണ്ടുവരേണ്ടുന്ന 1-2 ചിന്തകൾ ഇങ്ങനെയാണ്. പ്രതീക്ഷ ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ രൂപപ്പെടുത്തുവാൻ, ഏതു പ്രതിസന്ധിയിലും മുൻപോട്ട് പോകുമെന്നുള്ള ധൈര്യവും പ്രത്യാശയും പകരുവാൻ വേണ്ടി എഴുതപ്പെട്ട ചരിത്രം. ശരി തെറ്റുകൾ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും സംഭവിക്കുമെന്നും, എന്നാൽ അവിടെ ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൻ്റെ അതിലനുസരണയും വിധേയത്വവും വിശ്വസ്തതയും കാട്ടുന്നിടത്ത് അനുഗ്രഹങ്ങൾ സംഭവിക്കുമെന്നും ഉള്ള ചരിത്രം നമുക്ക് ഈ വേദഭാഗങ്ങളുടെ സംഭവ വികാസങ്ങളിലൂടെ കാണുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. അതുകൊണ്ട് ശലോമോൻ്റെ ചരിത്രവും അപ്രകാരം ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശലോമോൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയുവാൻ തക്കവണ്ണം സാധിക്കും, ഒരു വലിയ രാഷ്ട്രീയ കളി അവിടെ നടന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദാവീദ് രാജാവ് പ്രായം ചെന്ന് മരണാസന്നനായിരിക്കുന്ന അനുഭവം. തനിക്കൊരു പിൻഗാമി വേണം, സക്സസർ. ദാവീദ് രാജാക്കന്മാരുടെ മക്കൾ 2 പേർക്കാണ് കൂടുതൽ പ്രിവിലേജ് ഉള്ളത്, മുൻഗണനയുള്ളത്. ഒരാൾ അദോനിയാവ്, മറ്റേയാൾ ശലോമോൻ. അദോനിയാവ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തമായി രാജാവാകാൻ ആഗ്രഹിക്കുകയും സ്വന്തം നന്മയ്ക്ക് വേണ്ടി, മഹത്വത്തിനു വേണ്ടി രാജ്യസ്ഥാനം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 1 വേഴ്സ് 5-10 വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്, തൻ്റെ മഹത്വത്തിനായി ഞാൻ രാജാവായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെ അദ്ദേഹം രഥങ്ങളെയും കുതിരച്ചേവകരെയും തനിക്ക് മുൻപായി ഓടുവാൻ സമ്പാദിക്കുന്ന അനുഭവം. ഫോർ സെൽഫ് ഗ്ലോറിഫിക്കേഷൻ അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്, കുറച്ച് ആളുകളെ ചേർത്ത്. അറ്റ് ദ സെയിം ടൈം ശലോമോൻ രാജാവാകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയായ ബേത്ശേബയും ദൈവത്തിൻ്റെ പ്രവാചകനായ നാഥാനും മറ്റു ആളുകളും കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ രാജാവാകുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ഒരു ഗ്രൂപ്പിസം ഉണ്ടാവുകയാണ്, പ്രശ്നമാണ്. എന്തായിരുന്നു ഇവർ 2 പേരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? 2 പേരും ഒരുപോലെ പൊളിറ്റിക്സ് കളിച്ച, 2 പേരും ഒരുപോലെ ഗ്രൂപ്പിസം കളിച്ച, രാജസ്ഥാനം ആഗ്രഹിച്ച ആളുകൾ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരാൾ വിജയിച്ച ശേഷം നമ്മൾ വായിച്ചു കേട്ട 3-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, ശലോമോൻ യഹോവയെ സ്നേഹിച്ചു, പിതാവായ ദാവീദിൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കുവാൻ ആഗ്രഹിച്ചു, നീതിയും ന്യായവും നിർവഹിപ്പാൻ ആഗ്രഹിച്ചു. അത് മാത്രമാണ് ഡിഫറൻസ്. അത് മാത്രമല്ല, നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിന്റെ ജനത്തെ നയിക്കുവാൻ
ശരി തെറ്റുകളെ തിരിച്ചറിയുവാനുള്ള വിവേകം, വിസ്ഡം എനിക്ക് വേണം. അപ്പം അദ്ദേഹത്തിൻ്റെ ആസ്പിറേഷൻ, അഭിലാഷം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ആ പദ്ധതിയിൽ പങ്കുചേരുക. എന്താ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി? ഇസ്രായേലിൽ ശരിയായി ന്യായപാലനം നിർവഹിക്കപ്പെടുക, ഇസ്രായേൽ നന്നായി നീതിയോടുകൂടെ, ന്യായത്തോടുകൂടെ, നന്മയോടുകൂടെ മുൻപോട്ട് പോവുക. അതിൽ ഒരു പദ്ധതിയുടെ ഭാഗമാകുവാൻ ശലോമോൻ ആഗ്രഹിച്ചു. സ്വയം വിനയപ്പെടുത്തി, ഞാൻ ബാലനത്രേ, ഈ വലിയൊരു ജനത്തെ എപ്രകാരം നയിക്കുവാൻ തക്കവണ്ണം സാധിക്കും, സ്വയം വിനയപ്പെടുത്തുന്ന അനുഭവം. അതാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആൻ അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ്, മനസ്സിലാക്കുന്നൊരു മനസ്സ്. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഒറ്റ വായനയിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം. ആരെ മനസ്സിലാക്കുന്ന മനസ്സ്? ആരെ തിരിച്ചറിയുന്ന മനസ്സ്? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന മനസ്സ്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതനുസരിക്കുന്ന ഒരു മനസ്സ്, ഒരു ഹൃദയം. അത് ശലോമോൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നാമതായി ചിന്തിക്കുവാൻ പോകുന്ന വിഷയം ഡിവൈൻ ഡ്രീംസ്, വൈസ് ആസ്പിറേഷൻസ് എന്നുള്ളതാണ്. ദിവ്യമായ സ്വപ്നങ്ങൾ, വിവേകമുള്ള അഭിലാഷങ്ങൾ എന്ന ചിന്തയാണ്. വിവേകമുള്ള അഭിലാഷങ്ങൾ എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആസ്പയർ ഇൻ ഗോഡ്സ് വേ. ദൈവത്തിൻ്റെ വഴിയിൽ അഭിലാഷങ്ങളെ ക്രമീകരിക്കുക, മാത്രമാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം. ദൈവത്തിൻ്റെ വഴിയിൽ നമ്മുടെ അഭിലാഷങ്ങളെ ക്രമീകരിക്കുവാൻ സാധിക്കുക. എൻ്റെ അഭിലാഷം എന്താണ്? ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു. അവൻ +2 ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. എന്താ നിൻ്റെ ആഗ്രഹം? പഞ്ചാബിലാണ്, ഇവിടെയല്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പോലും പോകാതെ രാവിലെ മുതൽ അദ്ദേഹം ഇൻട്രാഡേ ട്രേഡിംഗ്, കമ്മോഡിറ്റി ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞു, 23-ാമത്തെ വയസ്സിൽ എനിക്കൊരു ജർമ്മൻ കാറിൻ്റെ ഓണറായി തീരണം. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആസ്പിറേഷൻ, ആഗ്രഹം. ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഭാഗമായി പല യൗവനക്കാരോടും ഞാൻ സംസാരിക്കാൻ തക്കവണ്ണം ശ്രമിച്ചു. CMC ലുധിയാനയിൽ 52ഓളം മാർത്തോമ യൂത്ത്സ് അവിടെ പഠിക്കുന്നുണ്ട്. പല ആളുകൾക്കും പല ആഗ്രഹങ്ങളാണ്, അഭിലാഷങ്ങളാണ്. ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂടണമെന്ന ആഗ്രഹത്തോടെ കഠിന പ്രയത്നം ചെയ്യുന്ന ആളുകളുണ്ട്. ഒരാൾ പറഞ്ഞു, കാനഡയ്ക്ക് പോകാൻ പോവുകയാണ്, എന്താണ് മഞ്ഞിൽ നിൽക്കുന്ന ഫോട്ടോ എല്ലാ ദിവസവും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു, നീ കുളു വാ, മണാലി വാ, കശ്മീരി വാ, അവിടെ ഇതുണ്ടല്ലോ. അത് പറ്റില്ല. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടുവാൻ അത് അഭിലാഷമായി കൊണ്ട് നടക്കുന്ന ആളുകൾ. അതൊക്കെ ശരിയായ അഭിലാഷങ്ങളാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരുക എന്നുള്ളതാണ്, ദൈവത്തിൻ്റെ വഴിയിൽ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ക്രമീകരിക്കുക എന്നുള്ളതാണ് വൈസ് ആസ്പിറേഷൻ, വിവേകമുള്ള അഭിലാഷം. നിശ്ചയമായും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരാൻ ഒരു വില്ലിങ്നെസ്, മനസ്സുണ്ടാകണം. മനഃപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നിടത്താണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം സാധ്യമാകുന്നത്. ഇവിടെ ശലോമോൻ ആഗ്രഹിക്കുന്നു, ന്യായപാലനം ചെയ്യുക എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തിൽ, ജനത്തെ നന്നായി നയിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ, പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ. ഫെലിക്സ് വിൽഫ്രഡ് എന്ന് പറയുന്ന ഡോക്ടർ ഫെലിക്സ് വിൽഫ്രഡ് ഈ കഴിഞ്ഞ മാസം, ജനുവരി മാസം, ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞനാണ്. ജീവധാര ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ, ഇംഗ്ലീഷ് വേർഷൻ ദീർഘകാലമായി എഡിറ്റ് ചെയ്യുന്ന വളരെ പ്രശസ്തനായ ഒരു കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഏറ്റവും അവസാനമായി എഴുതിയ ലേഖനമാണ് AI ആൻഡ് റീഇമാജിനിങ് ഹ്യൂമൻ ഐഡൻറ്റിറ്റി, ആന്ത്രപ്പോളജിക്കൽ ആൻഡ് തിയോളജിക്കൽ റിഫ്ലക്ഷൻസ് എന്നുള്ള ഒരു ആർട്ടിക്കിൾ. അദ്ദേഹം അതിൽ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യമുണ്ട്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇറ്റ്സ് ഡീപ്ലി റൂട്ടഡ് ഇൻ ഹ്യൂമാനിറ്റീസ് ഏജ് ഓൾഡ് ആസ്പിറേഷൻസ് ആൻഡ് ഇമാജിനേഷൻസ്. മനുഷ്യൻ പണ്ട് മുതലേ ആഗ്രഹിച്ച അഭിലാഷങ്ങളുടെയും സ്വപ്നങ്ങളുടെയും അതിൽ വേരൂന്നിയ ഒന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന AI. എന്താണ് അദ്ദേഹം പറയുന്നു? ദൈവം മനുഷ്യനെ ആദിയിൽ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ഇമേജോടെ നമ്മൾ ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും അതിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. എന്നാൽ ഇന്ന് അതിനൊരു മാറ്റമുണ്ടായി. ഇമാജിയോ മെഷീന എന്നുള്ള ഒന്നിലേക്ക് മാറുകയാണ്. ഇൻ ദ ഇമേജ് ഓഫ് മെഷീൻസ്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു, മനുഷ്യൻ്റെ ബുദ്ധി അത് അപ്രകാരം കോപ്പി ചെയ്യുന്ന ഒന്നായിട്ട് കാണുന്നു. നമ്മൾ പല ചാറ്റ് ബോട്ട്സ് ഉപയോഗിക്കുന്നവരാണ്. ഇപ്പോൾ ജീസസ് GPT ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഫാദർ പോൾ GPT ഉപയോഗിക്കുന്നവരുണ്ട്. എനിക്കറിയാം, ഒരു പക്ഷേ നിങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്നവരാകാം. അല്ലെങ്കിൽ ബുദ്ധ GPT ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി, ജീസസ് ഐ ഹാവ് എ ഡൗട്ട്, സോ ആൻഡ് സോ, കൃത്യമായ മറുപടി വരും. എന്താണോ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞു പിടിച്ച് നമുക്ക് ഉത്തരം നൽകുന്ന ഒന്ന്.
അതിൽ തെറ്റുകളൊക്കെ പറ്റാം, വളരെ സാധ്യതകളാണ്. നോക്കൂ, എന്നാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ സൃഷ്ടിക്കുന്ന മറ്റൊന്ന് അതിനെ എപ്രകാരം കാണണമെന്ന് ഡോക്ടർ ഫെലിക്സ് വിൽഫ്രഡ് പറയുന്നു. അദ്ദേഹം വളരെ പോസിറ്റീവായി അദ്ദേഹം പറയുകയാണ്, അതൊരു എക്സ്റ്റൻഷനാണ്. AI എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൂൾ ഫോർ ഡിവൈൻ ക്രിയേഷൻ. ദൈവം ആരംഭിച്ച സൃഷ്ടി പ്രക്രിയ അത് തുടരുവാൻ വേണ്ടി, അത് വളരെ നന്നായി മുൻപോട്ട് പോകുവാൻ വേണ്ടി ഉള്ളൊരു ടൂളായി AI അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. കാരണം ഈ ഡിവൈൻ ക്രിയേഷൻ എന്നുള്ളതിനെ ഗൗരവമായി കാണേണ്ടതും മനുഷ്യൻ എല്ലായ്പ്പോഴും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും അനുചിതമായ പ്രവൃത്തികൾ മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിനുണ്ടാകുന്ന അതേ അഭിലാഷങ്ങൾ തന്നെയാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ഉണ്ടാകേണ്ടത്. അതുതന്നെയാണ് AI-യിലൂടെയും നിർവഹിക്കപ്പെടേണ്ടതെന്ന് ഡോക്ടർ ഫെലിക്സ് വിൽഫ്രഡ് പറഞ്ഞു വെക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ബോധ്യം അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരുക എന്നുള്ളത് മാത്രമാണ്. അതാണ് വൈസ് ആസ്പിറേഷൻ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. നമ്മുടെ സഭയിലെ ജേക്കബ് മാത്യു പുല്ലാടച്ചൻ എഴുതിയ പുസ്തകമാണ് കാർപ്പൻറ്റേഴ്സ്, ഫിഷേഴ്സ്, ഷെപ്പേർഡ്സ്, സ്റ്റോറീസ് ഓഫ് 15 വിറ്റ്നസസ് ഓഫ് ക്രൈസ്റ്റ്. 15 ആളുകളുടെ ചെറിയ ജീവചരിത്രം. അതിൽ A. ചെറിയാൻ മുൻസിഫിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഭാഗത്ത് ഇപ്രകാരം ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. മാർത്തോമാ സഭയിൽ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ആളുകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഒരു പ്രവർത്തനം ആരംഭിക്കണം, ഒരു സ്കൂൾ ആരംഭിക്കണം. അതിനെക്കുറിച്ച് ചിന്തകൾ യുവാക്കളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ വന്നു. ഡീക്കൻ CT മാത്യു ഒരു ഷമാശനാണ്. A. ചെറിയാൻ മുൻസിഫ് അദ്ദേഹം ഒരു ജഡ്ജാണ്, നമുക്കറിയാം. KA വർഗീസും V. വർഗീസ് അവർ അധ്യാപകരായിരുന്നു, ടീച്ചേഴ്സായിരുന്നു. അച്ഛനും അൽമായക്കാരും ഒക്കെ ചേർന്നുള്ള ഒരു പ്രാർത്ഥന അവർ ആഗ്രഹിച്ചു. അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അവർ ഏത് സ്ഥലം വേണം, അങ്ങനെയുള്ള ചിന്തകൾ, ചർച്ചകളൊക്കെ വന്നു. ഒടുവിൽ ദൈവത്തോട് ചോദിച്ചൊരു തീരുമാനമെടുക്കാൻ, ഈ ആഗ്രഹത്തെ, ഈ അഭിലാഷത്തെ ദൈവം മുൻപാകെ സമർപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് അവർ ഒരു പ്രത്യേക സ്ഥലത്ത് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് പെരുമ്പാവൂരെ മാർത്തോമ സ്കൂൾ, മാർത്തോമ കോളേജ് അതൊക്കെ നിലനിൽക്കുന്ന അതിൻ്റെ ആരംഭം അവർ ഇരുന്ന് പ്രാർത്ഥിച്ച ആ വെറും നിലമാണ്. അവർ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു നിലമാണ്, ഒരിടമാണ്, ഒരു വസ്തുവാണ്. ആ വസ്തുവിലാണ് ഇന്ന് നമ്മുടെ സഭയുടെ പ്രസ്ഥാനങ്ങളൊക്കെ തല ഉയർത്തി നിൽക്കുന്നത്. അത് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു, ദൈവത്തിൻ്റെ അഭിലാഷമായിരുന്നു. അതിൽ പങ്കുചേരുവാൻ പ്രാർത്ഥനയോടെ മനസ്സായവരാണ് ഈ പ്രിയപ്പെട്ടവർ. പ്രിയമുള്ളവരെ, ഈ സഭയിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ, ദൈവത്തിൻ്റെ അഭിലാഷങ്ങളിൽ പങ്കുചേരുവാൻ നമുക്ക് മനസ്സാകണം. അതാണ് വിവേകമുള്ള അഭിലാഷങ്ങൾ. അതിന് നമുക്ക് സാധിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത, ഡിവൈൻ ഗിഫ്റ്റ്, വിസ്ഡമസ് ഇൻസ്പിറേഷൻ. വിസ്ഡം എന്നുള്ളത്, ജ്ഞാനം എന്നുള്ളത് ദൈവികമായ വരദാനമാണ്. നമ്മൾ ന്യൂ ടെസ്റ്റമെൻറ്റിൽ വായിക്കുന്നുണ്ട്, അല്ലേ? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വായിക്കുന്ന ഒന്നാണ് ഡിവൈൻ ഗിഫ്റ്റ്. ഈ 1 Kings chapter 3 verse 12 അതിൽ ആദ്യ ഭാഗത്ത് നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കും, I now do according to your word. Indeed, I give you a wise and discerning mind. A wise and discerning mind. ഇന്ന് ഞാൻ ഒരു പാട്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് ബാക്കി പാടാൻ പറ്റുമോ? പാടാൻ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയാം പാട്ട്. ഒരു പൂ മാത്രം ഞാൻ ചോദിച്ചു. അതെ, എല്ലാവർക്കും അറിയാം പാട്ട്. ഒരു പൂക്കാലം നീ തന്നു. സോളമൻ ഒരു പൂ ചോദിച്ചു, സോളമൻ ദൈവം ഒരു പൂക്കാലം കൊടുത്തു. എന്താ സോളമൻ ആവശ്യപ്പെട്ടത്? ഡിസേണിങ്, അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ്, മനസ്സിലാക്കുന്ന ഒരു ഹൃദയം, കേൾക്കുന്ന ഒരു ഹൃദയം. കുറച്ച് ഹീബ്രു പഠിച്ചാലോ നമുക്ക്? നിങ്ങൾ വളരെ ഈസിയായി പഠിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ നേരത്തെ ഇരുന്ന പഴയ പള്ളിയിൽ ഒരു 9ാം ക്ലാസ്സുകാരി എടുത്ത് അവിടെ ഹൗസ് വിസിറ്റിംഗ് പോയപ്പോൾ അവളൊന്നും മിണ്ടത്തില്ല. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, നീ BTS കാണാറുണ്ടോ, ലിസൺ ചെയ്യാറുണ്ടോ പാട്ടുകൾ? അപ്പം ഭയങ്കര വാചാലതയായി, നന്നായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഞെട്ടി, എന്തോ ഈ BTS ബ്രേക്ക് ദ സ്റ്റേജ്. ഞാൻ കുറച്ച് അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇപ്പോഴും കൊറിയൻ മൂവീസ് കാണാൻ തുടങ്ങി. ആ പെൺകുട്ടി കൊറിയൻ ഭാഷ പഠിക്കുകയാണ്. അവളുടെ വലിയ ആഗ്രഹമാണ് എന്തെങ്കിലും സൗത്ത് കൊറിയയിൽ പോകണം, വലിയ ആഗ്രഹമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പല ആളുകളും കൊറിയൻ ഭാഷ പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇപ്പോഴുള്ള ഇടത്തും പലരും ഫോണിൽ നമ്പർ സേവ് ചെയ്തേക്കുന്നത് കൊറിയൻ ഭാഷയിലാണ്. അച്ഛൻ കൊറിയൻ എഴുതിയിട്ടാണ് അവർ നമ്പർ സേവ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഭാഷകൾ പഠിക്കാൻ നിങ്ങൾ കഴിവുള്ളതുകൊണ്ട് ഹീബ്രു നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് എൻ്റെ വിചാരം. നോക്കൂ, 2 പദങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. അണ്ടർസ്റ്റാൻഡിങ് ഹാർട്ട്, മനസ്സിലാക്കുന്ന ഹൃദയം. ഹാർട്ട് എന്നുള്ളതിന് ലെവ് എന്നുള്ള പദമാണ് ഹീബ്രുവിൽ എന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. ലെവ് ഷോമ എന്നുള്ളത് അതിൻ്റെ അർത്ഥം കേൾക്കുന്ന ഹൃദയം. നിങ്ങൾ ഈ ക്ഷേമ ഇസ്രായേൽ എന്നുള്ള പ്രാർത്ഥന കേട്ടിട്ടുണ്ടായിരിക്കും. യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥന, ഇസ്രായേലിനെ കേൾക്കുക. ക്ഷേമ എന്ന് കേൾക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം.
അപ്പോൾ കേൾക്കുന്ന ഹൃദയമാണ് ദൈവത്തെ കേൾക്കുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം. അത് ശലോമോൻ ചോദിച്ചു. ദൈവം കൊടുത്തു 2 കാര്യങ്ങളാണ്: വൈസ് ആൻഡ് ഡിസേണിങ് ഹാർട്ട്. വൈസ് എന്നുള്ളതിന് ഹാക്കം എന്നുള്ള പദം അത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ റൂട്ട് വേർഡ്, ഹീബ്രുവിലെ റൂട്ട് വേർഡാണ് ഹാക്കം. അതോടൊപ്പം ഡിസേണിങ് ഹാർട്ട്, വേർതിരിച്ചറിയുന്ന ഒരു ഹൃദയം, ശരിതെറ്റുകളെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു ഹൃദയം. ഹാക്കം നെബൂൻ എന്നുള്ളതാണ് ഹീബ്രു ഭാഷയിലെ ആ വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ബേൺ എന്നുള്ള പദമാണ്. ഡിസേണിങ് കപ്പാസിറ്റി എന്നുള്ളതാണ് അർത്ഥം. ടു ഡിസേൺ, ടു അണ്ടർസ്റ്റാൻഡ്, ടു നോ, ടു ഒബ്സർവ്, ടു മാർക്ക്, അങ്ങനെ പല അർത്ഥങ്ങൾ അതിന് നൽകുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് ദൈവമാണ് നൽകിയത് വൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഹാർട്ട്. ഒരു കാര്യം ചോദിച്ചു, 2 കാര്യം കൊടുത്തു. എന്തിനു വേണ്ടിയാണ് ദൈവം ഇത് നൽകിയത്? ഈ മനുഷ്യൻ്റെ ഉദ്ദേശം, അഭിലാഷം അത് വൈസ് ആസ്പിറേഷൻ ആയതുകൊണ്ടാണ്, വിവേകമുള്ള അഭിലാഷമായതുകൊണ്ടാണ് അത് നിർവഹിക്കുവാൻ വേണ്ടി ദൈവം ഇവന് നൽകുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നത്. ഈ പദത്തെക്കുറിച്ച് കുറച്ചും കൂടെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ അധിക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തെ കേട്ടനുസരിക്കുന്ന ഒരു ഹൃദയം, ആ അനുസരണയിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി നിർവഹിക്കപ്പെടുന്ന അനുഭവം തുടക്കത്തിലൊക്കെ വളരെ ഗംഭീരമായിരുന്നു, അല്ലേ? രാജാവിൻ്റെ അടുക്കലെത്തിയ 2 സ്ത്രീകളുടെ കഥ നമുക്കറിയാം. ഒരു കുഞ്ഞും 2 അമ്മമാരും. എങ്ങനെയാണ് ശലോമോൻ ശരിയായ തീരുമാനമെടുത്തതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അത് മാറിപ്പോകുന്ന അനുഭവവും നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധത്തെക്കുറിച്ച് വളരെ ആഴമേറിയ ചിന്തകൾ വേദപുസ്തകവുമായി ബന്ധപ്പെടുത്തി അനേകം വേദപുസ്തക പഠിതാക്കൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഓൺറാഡ് എന്ന് പറയുന്ന പഴയ നിയമ ദൈവശാസ്ത്രജ്ഞനെ പല ആളുകൾക്കും അറിയാം. അദ്ദേഹം പറയുന്നു, വിസ്ഡം എന്നാൽ അത് ദൈവം തരുന്ന ഒന്നാണല്ലോ. ഇറ്റ്സ് എ ഗോഡ് ഗിവൺ എബിലിറ്റി ടു അപ്ലൈ കവനന്റ് പ്രിൻസിപ്പിൾസ് ഓർ തോറ ഇൻ കോംപ്ലക്സ് ലൈഫ് സിറ്റുവേഷൻസ്. വളരെ സങ്കീർണമായ ജീവിത അനുഭവങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പ്രയോഗിക്കുന്നത്, അതാണ് വിസ്ഡം. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളെ കുഴപ്പിക്കുന്ന, ഒരിക്കലും പരിഹരിക്കാനാകാത്തതെന്ന് കരുതുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന അനുഭവമാണ് ജ്ഞാനം, വിസ്ഡം. മറ്റൊന്നുമല്ല. നമുക്ക് വിസ്ഡത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കുന്നതാണ്. എന്താണ് നമ്മുടെ ഇൻസ്പിറേഷൻ, എന്താണ് നമ്മെ പ്രചോദിപ്പിക്കേണ്ടത്? ഏത് കോംപ്ലക്സ് സിറ്റുവേഷൻസിലും, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും തമ്പുരാൻ്റെ വചനമുള്ളതുകൊണ്ട്, അത് പഠിക്കുന്നത് കൊണ്ട്, അത് വായിക്കുന്നത് കൊണ്ട്, അതിനെ ഗൗരവമായി കാണുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ കോംപ്ലക്സ് സിറ്റുവേഷൻസും പരിഹരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അത് അപ്ലൈ ചെയ്യാൻ തക്കവണ്ണം എനിക്ക് കൃപയുണ്ടാകും. അതെങ്ങനെയാണ് വിശുദ്ധത്തെ, ജ്ഞാനത്തെ കാണേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്കത് സാധ്യമാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ദൈവികമായ ഇൻസ്ട്രക്ഷൻസ്, ദൈവികമായ കൽപ്പനകളെ മുൻനിർത്തി നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ? ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഗോഡ്സ് ലോ ഇൻ ഡെയിലി ലൈഫ്. ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ അപ്ലൈ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുന്ന അനുഭവം. നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളായി തീരുന്ന അനുഭവമാണ്. പ്രത്യേകിച്ച് 2K കിഡ്സിനെ കുറിച്ച് നിങ്ങൾ തന്തവീപെന്ന് പറയില്ല, എന്നാൽ ഞാൻ പറയുകയാണ്. 90s കിഡ് ആയിട്ടുള്ള ഞാൻ വിമർശിക്കുകയല്ല. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഭൂരിഭാഗം ആളുകളും 2K കിഡ്സ് ആണെന്നാണ്. വളരെ കൺഫ്യൂസ്ഡായ ആളുകളാണെന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, നല്ല ഗൗരവമായി ജീവിക്കുന്ന ആളുകളുമുണ്ട്. ഒത്തിരി ഐഡിയോളജീസ് ഉള്ള കാലമാണ്. ഫേസ്ബുക്കും വാട്സപ്പും, ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റത്തില്ല. ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നത്? ഇൻഫ്ലുവൻസേഴ്സിനെ കാരണം നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. മുകളിൽ നിന്ന് ഒരു പിന്ന് താഴേക്കിട്ടാൽ ഞങ്ങളുടെ സമയത്ത് പറയുമായിരുന്നു ഒരു ബിടെക്കുകാരൻ്റെ മുകളിൽ വീഴുമെന്ന്. അത്രയും ബിടെക്കുകാരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുകളിൽ നിന്ന് ഒരു പിന്ന് താഴേക്കിട്ടാൽ ആരുടെ മുകളിലാണ് വീഴുന്നത്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെ മുകളിലാണ് വീഴുന്നത്. അത്രയും ഇൻഫ്ലുവൻസേഴ്സാണ്. കൺഫ്യൂസിങ് ആയി പോകുന്ന കാലഘട്ടം. ഒരാളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ പേര് AJ ഭൈരവ് എന്നുള്ളതാണ്. തമിഴ് യൂട്യൂബറാണ്. എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ? കൈ ഉയർത്താം. യെസ്, വെരി ഗുഡ്. 20 lakhs 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള തമിഴ് യൂട്യൂബർ. ഞാൻ ഈ മല്ലു അനലിസ്റ്റ് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ന്യൂ ജനറേഷൻ്റെ രക്ഷകനാണ് AJ ഭൈരവ്. ഞാനൊരു വീഡിയോ ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, ഇച്ചിരി സമയം പോകും, അതുകൊണ്ട് ഞാനത് പറഞ്ഞങ്ങ് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ റീൽസ് കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പോലെ വിശുദ്ധനായൊരു മനുഷ്യൻ, എന്ത് നല്ല ആശയങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതിൻ്റെ പിന്നിൽ ടോക്സിക് മാസ്കുലിനിറ്റി, വിഷം തുപ്പുന്ന അനുഭവങ്ങൾ. അദ്ദേഹത്തിൻ്റെ എല്ലാ റീൽസിലും ഭാര്യമാരും കാമുകിമാരും പെൺകുട്ടികളും പുരുഷന്മാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാണ്.
ഒറ്റ നോട്ടത്തിൽ വളരെ സന്തോഷമാണ് അദ്ദേഹത്തെ കാണാൻ. ടോക്സിക് മസ്കുലിനിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ. വളരെ നിശിതമായി മല്ലു അനലിസ്റ്റ് അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എൻ്റെ വിചാരം. നമ്മൾ കൺഫ്യൂസിങ് ആയി പോകും. ആദ്യം കാണുമ്പോൾ വേദപുസ്തക വാക്യമൊക്കെ വെച്ചപ്പോൾ റീൽസ് ഇടുന്നത്, പ്രതികാര യഹോവയ്ക്കുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോൾ റീൽസ് ഇടുന്നത് നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ. എന്നാൽ അതിൻ്റെ പിന്നിലുള്ളത് ഐഡിയോളജി എന്താണെന്നുള്ള ചിന്ത. പ്രിയമുള്ളവരെ, വിസ്ഡം ഉണ്ടെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ, വചനത്തെ ഗൗരവമായി കാണുന്നെങ്കിൽ, വചനം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കോംപ്ലക്സ് സിറ്റുവേഷൻസിനെയും ഏത് ഇൻഫ്ലുവൻസസിനെയും നമുക്ക് ശരിയായി വിലയിരുത്തുവാൻ തക്കവണ്ണം സാധിക്കും. ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റഗ്രാം ഫിൽട്ടർ അല്ല, അരിച്ചെടുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന അനുഭവം. അവിടെയാണ് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ലോകമാകെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് അഡോളസൻസ് വെബ് സീരീസ്. നിങ്ങൾ കണ്ടോ ആരെങ്കിലും? എത്ര പേര് കണ്ട്? യെസ്, 3-4 പേര് കണ്ട്. നെറ്റ്ഫ്ലിക്സിൽ പോയി കാണണം, അത്യാവശ്യമായിട്ട് കാണേണ്ട ഒന്നാണ്. അഡോളസൻസ്. ജാമി എന്ന് പറയുന്ന 13 വയസ്സുള്ള ഒരാൾ UK ടീനേജർ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരാളെ KT എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊല്ലുന്നു. അവൻ പറയുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കൊന്നിട്ടേ ഉള്ളൂ, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഈ പർപ്പിൾ ഹാർട്ടിൻ്റെയും റെഡ് ഹാർട്ടിൻ്റെയൊക്കെ മീനിങ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആർക്കൊക്കെയോ ഞാൻ അയച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് ഈ വെബ് സീരീസ് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മൾ കൺഫ്യൂസിങ് ആയി പോകുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ ജനറേഷൻ ആൽഫ വന്നു. നിങ്ങളുടെ കാലം കൂടെ കഴിയാൻ പോവുക. ജനറേഷൻ ആൽഫ വന്നു. അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന്, അവരെ എങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ. ദൈവവചനം അത് അപ്ലൈ ചെയ്യുന്ന അനുഭവത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രചോദനമായി എല്ലായ്പ്പോഴും ദൈവവചനം മുൻപോട്ട് പോകും. ദൈവവചനം ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. വിസ്ഡം ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ജ്ഞാനമുള്ളത് ഒരു ഉത്തരവാദിത്തം നമുക്ക് നൽകുന്ന അനുഭവമാണ്. ലിവ് എത്തിക്കലി, ഡു ജസ്റ്റിസ്, നീതി നിർവഹിക്കുക, മൂല്യാധിഷ്ഠിതമായ ജീവിതം നിർവഹിക്കാൻ തക്കവണ്ണം സാധിക്കുക, ശരിതെറ്റുകളെ കുറിച്ചുള്ള ശരിയായ ബോധ്യമുണ്ടാവുക, നമ്മുടെ ജീവിതത്തെ ഫലകരമാക്കുക. ഇതൊക്കെ ജ്ഞാനം ലഭിച്ച ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഈ വിസ്ഡത്തെക്കുറിച്ച് വേറൊരു അർത്ഥം കൂടെ പറയുന്നുണ്ട്. ഇറ്റ്സ് എ സ്കിൽ ടു ലിവ് ലൈഫ് ബ്യൂട്ടിഫുൾ. ജീവിതം സുന്ദരമായി ജീവിക്കാൻ ഉള്ളൊരു സ്കില്ലാണ് വിസ്ഡം. നമുക്കെല്ലാവർക്കും ദൈവം നൽകിയ സ്കില്ലാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുക, മനോഹരമാക്കുക, ഏറ്റവും സുന്ദരമാക്കുക. ഏത് മേഖലയാണോ നമുക്കിഷ്ടം, എന്താണ് നമ്മുടെ താലന്ത്, എന്താണ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അത് മനസ്സിലാക്കി ജീവിതത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുക. അതിനുള്ള സ്കില്ലായിക്കൂടെ വിസ്ഡത്തെ കാണുന്നുണ്ട്. നമുക്കുള്ള ഉത്തരവാദിത്തമാണത്. ദൈവവചനം വായിക്കുന്ന, ദൈവത്തിൻ്റെ വരദാനം ലഭിച്ച് നമുക്ക് ഉള്ള ഉത്തരവാദിത്തമാണ് ജീവിതം മനോഹരമാക്കുക എന്നുള്ളത്. ഇതാണ് AJ ഭൈരവ. ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല, ഇദ്ദേഹത്തെ ഒന്ന് കണ്ടു വച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. മൂന്നാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. വിസ്ഡം ശരിയായി ഉപയോഗിക്കുവാൻ അറിയാമെങ്കിലും മനഃപൂർവ്വമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ, മനഃപൂർവ്വമായി വേണ്ട എന്ന് വയ്ക്കുന്ന ആളുകൾ, ഇൻറ്റൻഷണൽ ഡീവിയേഷൻസ്, നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഡേഞ്ചറസ് ഡീവിയേഷൻസ് ആൻഡ് ട്വിസ്റ്റഡ് ആസ്പിറേഷൻസ് എന്നുള്ള ചിന്ത. അപകടകരമായ വഴിമാറലുകളും തിരിഞ്ഞുപോയ അഭിലാഷങ്ങൾ. അതൊരു കൊളോക്കിയൽ യൂസേജ് ആണെന്ന് എനിക്കറിയാം. ഇവിടെ ആപ്റ്റായുള്ള വേർഡ് അതാണെന്ന് എൻ്റെ വിചാരം. തലതിരിഞ്ഞുപോയ അഭിലാഷങ്ങളും അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. 11-ാം അധ്യായം 9 മുതൽ 11 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടതാണ്. വെൻ ഡിസയർ ഡ്രിഫ്റ്റ്സ് ഫ്രം ഡിവോഷൻസ്. ധ്യാനാത്മകമായ ജീവിതത്തിൽ നമ്മൾ ജീവിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ അഭിലാഷങ്ങൾ തിരിഞ്ഞു പോകുന്ന അനുഭവം. ഡിസിപ്ലിൻഡ് അല്ലാതെ ജീവിക്കാതെ ഇരിക്കുമ്പോൾ അഭിലാഷങ്ങൾ തിരിഞ്ഞു പോകുന്ന അനുഭവം. എല്ലാം അറിഞ്ഞിട്ടും മനഃപൂർവ്വം തെറ്റ് തിരഞ്ഞെടുക്കുന്ന അനുഭവം ഗൗരവമായി കാണണം. വ്യക്തിപരമായ അടുപ്പമുള്ള ഒരു കുടുംബത്തിൻ്റെ ദുരവസ്ഥ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കാം. 3 ആഴ്ച മുമ്പ് ബംഗളൂരുവിൽ ഒരു നൈജീരിയൻ സ്വദേശിയെയും 9 മലയാളികളെയും അറസ്റ്റ് ചെയ്തു. അത് ഡ്രഗ്സ് ഉപയോഗിച്ചതിനും വിറ്റതിനും പേരിലാണ്. 25 lakhs 25 ലക്ഷം രൂപ വിലയുള്ള മയക്കുമരുന്നുമായി ഒരു മനുഷ്യനെ പിടിക്കുന്നുണ്ട്. ഒരു സിവിൽ എഞ്ചിനീയറാണ്. 25 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. മാർത്തോമക്കാരനാണ്. ആ കുടുംബം ഇന്ന് പോകുന്ന ദുരവസ്ഥ വളരെ വലുതാണ്. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച, യുവജന സഖ്യത്തിൽ വന്ന, സ്റ്റുഡൻസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത, ആരാധനയിൽ പങ്കെടുക്കുന്ന, ശരിതെറ്റുകളെക്കുറിച്ച് ശരിയായ ബോധ്യമുള്ള മനുഷ്യൻ മനഃപൂർവ്വമായി തെറ്റ് തിരഞ്ഞെടുക്കുന്നു. ഇൻറ്റൻഷനലി വഴി മാറിപ്പോകുന്ന അനുഭവം ഗൗരവത്തോടെ നമ്മൾ കാണണം. ഇവിടെ സോളമനെക്കുറിച്ച് ചിന്തിക്കാം. സോളമൻ ഈ ജ്ഞാനത്തെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളൊരു ടൂളായി ഉപയോഗിച്ചു. ലോകത്ത് ഏറ്റവും പ്രയോജനമുള്ള ഒന്നാണ് മൊബൈൽ ഫോൺ. നമുക്കറിയാം, ഇതില്ലാതൊരു ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിനെ ഏറ്റവും മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. അതുപോലെയാണ് വിസ്ഡം.
പ്രയോജനകരമായ ഒന്നിനെ, നന്മ ഉപയോഗിക്കുന്ന ഒന്നിനെ ഏറ്റവും മോശം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഉള്ള ടൂളായി, ഉപകരണമായി മാറ്റുന്ന ഒന്ന്. വിസ്ഡം ആസ് എ ടൂൾ ഫോർ ഒപ്രസീവ് പോളിസീസ്. അങ്ങനെ ഈ മനുഷ്യൻ മാറ്റുകയാണ്. ഇൻറ്റൻഷനലി വഴി മാറിപ്പോകുന്ന ശലോമോൻ. എന്തായിരുന്നു സോളമൻ്റെ തെറ്റുകൾ? വാൾട്ടർ ബ്രൂഗർമാനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് എൻ്റെ വിചാരം. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ വളരെ ഒരു ആധുനിക കാലഘട്ടത്തിൽ പോസ്റ്റ് കൊളോണിയൽ റീഡിങ്ങിൽ വളരെ ആധികാരികമായി വായിച്ച് പറഞ്ഞു തന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, സോളമൻ ചെയ്ത എല്ലാ വലിയ കാര്യങ്ങളും വലിയ തിന്മകളായിരുന്നു. ശലോമോൻ ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങളൊന്ന് ദേവാലയം പണിത് എന്നുള്ളതാണ്. യെരൂശലേം ദേവാലയം പണിത് എന്നുള്ളത് നമ്മൾ പാടാറുണ്ടല്ലേ, ശലോമോൻ പണിതതാ പാടാറുണ്ട് നമ്മൾ അല്ലേ, ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്നാൽ അദ്ദേഹം വേദപുസ്തകത്തിൽ വരികൾക്കിടയിലൂടെ വായിച്ച് അദ്ദേഹം പറയുന്നു, ടെമ്പിൾ ഫങ്ഷൻഡ് ആസ് എ റിലീജിയസ് എക്കണോമിക് കോംപ്ലക്സ്. ടാക്സ് സിസ്റ്റം ഇസ്രായേൽ മക്കളെ ഞെരുക്കത്തിലാക്കാൻ അമിതമായ നികുതികൾ പിരിക്കുന്നതിനുള്ള കേന്ദ്രീകരണ സംവിധാനമായി ഈ യെരൂശലേം ദേവാലയത്തെ സോളമൻ മാറ്റുന്നുണ്ട്. ഊഴിയ വേല ചെയ്തവരാണ് ഇസ്രായേൽ മക്കൾ. ഫോഴ്സ്ഡ് ലേബർ, അടിമപ്പണി എടുത്ത ആളുകളാണ് മിസ്രൈമിൽ പണ്ട് ഫറവോയുടെ കാലഘട്ടത്തിൽ. ഇതേ ഇസ്രായേൽ മക്കളെ ദേവാലയം പണിയുവാൻ വേണ്ടി ഊഴിയ വേല, അടിമപ്പണി എടുപ്പിക്കുന്ന ശലോമോൻ രാജാവ്. ദൈവം ആഗ്രഹിച്ചത് എന്താണ്? ഇസ്രായേൽ മക്കൾ നന്നായി പോകണം, ന്യായപാലനം, നീതി നിർവഹിക്കപ്പെടണം, ഒപ്രഷൻ പാടില്ല. അതേ കാര്യം ആഗ്രഹിച്ച ശലോമോൻ പ്ലേറ്റ് മാറ്റി ആളുകളെ അടിമവേല എടുക്കുന്ന അനുഭവം. മെഗാ പ്രോജക്ട്സ്, നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഒന്നുകൂടി ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ പറയുന്നുണ്ട് ദേവാലയം പണിയാൻ 7 വർഷമേ എടുത്തോളൂ, എന്നാൽ ശലോമോൻ്റെ അരമന പണിയുവാൻ 11 വർഷം എടുത്തു. ഡബിൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കൂടുതൽ വർഷം എടുത്തു. അങ്ങനെ സ്വന്തം ജനത്തിന് അമിതമായ നികുതി ഏർപ്പെടുത്തി, ടാക്സ് ഏർപ്പെടുത്തി, പിഴിഞ്ഞെടുത്ത് വലിയ പ്രോജക്ട്സുകൾ പണിയുന്ന ആളുകൾ. ഞാൻ പ്രാക്ടിക്കൽ വർക്കിനായിട്ട് പോയത് പല പഴയ കൊട്ടാരങ്ങളിലൊക്കെ പോകാൻ തക്കമാണ്. അപ്പോൾ ഗോളിയാറിലെ മാൻസിംഗ് തോമർ കൊട്ടാരത്തിലേക്ക് പോയി. ഒരു 2 കിലോമീറ്റർ ഹൈറ്റിലുള്ള ഒരു പർവ്വതത്തിലാണ് ആ കൊട്ടാര സമുച്ചയം നിലനിൽക്കുന്നത്. അവിടെ ഒരു കല്ല് കൊണ്ടുവരണമെങ്കിൽ ഒരു മനുഷ്യൻ എത്ര ദിവസം എടുക്കുമെന്ന് അറിയാമോ? താഴെ നിന്ന് ഒരു പാറക്കല്ല് ചുമന്നുകൊണ്ട് മുകളിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു മോണുമെൻ്റാണ്. എന്നാൽ ആ കഷ്ടപ്പെട്ട് പണിത അത്, ആ വലിയ ബിൽഡിംഗ് പണിതെടുത്ത് എത്ര ആളുകൾ മരിച്ചു കാണും, എത്ര ആളുകൾ വീണു പോയി കാണും. എന്നാൽ ആ കൊട്ടാരം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? ഒരു പണിയും എടുക്കാത്ത ഒരു മനുഷ്യൻ്റെ പേരിൽ, മാൻസിംഗ് തോമർ. നമ്മുടെ ആർക്കിയോളജിക്കൽ ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെയാണ്. നമ്മളതിനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ വായിച്ചാൽ, സാധാരണ ജനം പണം നൽകി, ടാക്സ് നൽകി, സാധാരണ ജനം പണിയെടുത്ത് കട്ട ചുമന്ന് പണിത വലിയ ബിൽഡിങ്ങുകൾ അറിയപ്പെടുന്നത് ഒരു പണിയും എടുക്കാത്ത ഒരാളുടെ പേരിൽ. ശലോമോനെ അങ്ങനെയുള്ള ഒരാളായി കാണുവാൻ തക്കവണ്ണം സാധിക്കും. മറ്റൊരു വലിയ തെറ്റ് അദ്ദേഹം ചെയ്തത്, ഒത്തിരി വിവാഹം കഴിച്ചു എന്നുള്ളത്. 700 ഭാര്യമാരും 300 വെപ്പാട്ടിമാരുമായിട്ടുള്ള ഒരാളാണ്. നമ്മൾ വിചാരിക്കും എന്താ അത്ര വലിയ തെറ്റ്, 700 ഭാര്യമാരെന്നുള്ളത്. എന്നാൽ വിവാഹബന്ധം എന്താണെന്ന് നമുക്കറിയാം. നിങ്ങൾ ഗൗരവം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ശലോമോൻ്റെ വിവാഹങ്ങൾ അത് പൊളിറ്റിക്കൽ ട്രാൻസാക്ഷൻസ് ആയിരുന്നു, പൊളിറ്റിക്കൽ അലീജിയൻസിന് വേണ്ടിയുള്ളതായിരുന്നു. രാഷ്ട്രീയപരമായ ബന്ധുത്വം ഉണ്ടാക്കാൻ, ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു അനുഭവമായിരുന്നു. ഇന്ത്യൻ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, പ്രഗത്ഭരായ പല രാജാക്കന്മാരും അയൽ രാജ്യങ്ങളിൽ നിന്ന്, ലോക്കൽ കിങ്ഡംസിൽ നിന്ന്, ആ കുടുംബങ്ങളിൽ നിന്ന് ഭാര്യമാരെ എടുത്തവരാണ്. എന്താ ഉദ്ദേശം? ആ രാജ്യത്ത് കൂടെ തൻ്റെ അധികാരം വ്യാപിക്കാം, അവിടെയും കൂടെ സുഖമായിട്ട് പോകാം, അതും തൻ്റെ കീഴിൽ വരും. ചുമ്മാ നമ്മുടെ ലാംഗ്വേജിൽ പറഞ്ഞാൽ, ഒരു പണിയെടുക്കാതെ ജർമ്മനിയിലോ UK യിലോ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിനെ കെട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു യുവാവിനെ പോലെയായിരുന്നു ശലോമോൻ. 700 ഭാര്യമാരെ അദ്ദേഹം നേടിയത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികൾ വലുതാകാൻ, അദ്ദേഹത്തിൻ്റെ പേര് ലോകമൊക്കെയും എത്തപ്പെടാൻ, എല്ലായിടവും അധികാരം സ്ഥാപിക്കുവാൻ. അങ്ങനെയുള്ള സെൽഫ് ഗ്ലോറിഫിക്കേഷൻ, ആസ്പിറേഷൻ മാറുകയാണ്. ട്വിസ്റ്റഡ് ആസ്പിറേഷൻസ്, അഭിലാഷങ്ങൾ മാറുകയാണ്, തിരിഞ്ഞു പോവുകയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല, എൻ്റെ മഹത്വം എല്ലായിടവും നിറവേറണം, എൻ്റെ മഹത്വം ലോകമൊക്കെയും അറിയപ്പെടണം, എൻ്റെ പേര് എല്ലായിടവും വരണം. അങ്ങനെ മനഃപൂർവ്വമായി വഴി മാറിപ്പോയ, അഭിലാഷങ്ങൾ തിരിഞ്ഞുപോയ ശലോമോൻ. പ്രിയമുള്ളവരെ, ആ അനുഭവം നമുക്കും ഉണ്ടാകുവാൻ ഒരിക്കലും ഇടയാകരുത്. ഈ കാലങ്ങളിലെ മലയാളി യുവാക്കളുടെ, ഐ ബിലീവ് ജെൻസിക്കും ആ പ്രശ്നമുണ്ടെന്ന് എൻ്റെ വിചാരം, 90s കിഡ്സിന് ആ പ്രശ്നമുണ്ട്. വർഗീയമായ വലിയ ചേരുതിരിവിൽ കൺഫ്യൂഷനായി പോകുന്ന ആളുകളാണ് നമ്മൾ. പെഹൽഗാം അറ്റാക്ക് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ, നമ്മളറിയാം. മതം ചോദിച്ച് ആളുകളെ കൊന്നത് നമ്മൾ വായിച്ചു. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വളരെ അധികമായി, അമിതമായി ഇസ്ലാം വിരോധം
പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണ്. ഞാൻ പറയുമ്പോൾ തന്നെ പല ആളുകളുടെ മുഖം മാറുന്നുണ്ട്. പാലസ്തീനിലെ ഇസ്രായേലിലെ ആക്രമണം, അല്ലെങ്കിൽ നൈജീരിയയിലെ ബൊക്കോ ഹറാമിൻ്റെ ആക്രമണം, അല്ലെങ്കിൽ എവിടെയും ഒരു തീവ്രവാദവുമായി മുസ്ലിം മതത്തെ നമ്മൾ കെട്ടിവെച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞൊരു 10 വർഷമായി നമ്മളെ കൺഫ്യൂഷനാക്കുന്നത് അച്ഛന്മാരും പാസ്റ്റർമാരും വേദപുസ്തകം പഠിച്ചവരും യൂട്യൂബ് ചാനൽ തുടങ്ങി ഇസ്ലാം വിരോധം പച്ചയായി പ്രചരിപ്പിക്കുന്ന ഒന്ന്. നിശ്ചയമായും നമുക്കറിയാം, ക്രിസ്തു ആരെയും വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ക്രിസ്തു ആരെയും മാറ്റി നിർത്തുവാൻ പഠിപ്പിച്ചിട്ടില്ല. അതറിയാമായിരുന്നിട്ടും നമ്മൾ മനഃപൂർവ്വമായി ഇൻറ്റൻഷനലി വെറുപ്പിൻ്റെ വാഹകരായി, വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരായി മാറുന്നുണ്ടോ? എപ്രകാരം ഈ പ്രശ്നത്തെ നേരിടണമെന്ന് ഗൗരവമായി ചിന്തിച്ച് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്നാൽ വെറുപ്പ് വിൽക്കുന്നവരായി നമ്മൾ മാറുന്ന അനുഭവം, ഒരു മുസ്ലിം പേര് കണ്ടാൽ പോലും വലിയ പ്രശ്നമാണ്. അങ്ങനെയുള്ള അനുഭവമാണ് നമ്മൾ ആ സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴേ അവർ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് അറിയുവാൻ തക്കവണ്ണം സാധിക്കും. ഞാൻ ജമ്മു കാശ്മീരിൽ ശുശ്രൂഷ ചെയ്യുന്നയാളാണ്. എല്ലാ മാസവും അവിടെ 4 ദിവസം താമസിക്കാൻ പോകുന്നയാളാണ്. ഇത്രയും നല്ല ആളുകളെ കാണാൻ ബുദ്ധിമുട്ടാണ്, കശ്മീരീസിനെ പോലെ. പക്ഷേ നമ്മൾ അവരെ കാണുന്നത് മറ്റൊരു തലത്തിലാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മനഃപൂർവ്വമായ തെറ്റുകൾ ചെയ്യുമ്പോൾ, മനഃപൂർവ്വമായി വഴിമാറലുകൾ നടത്തുമ്പോൾ വലിയ അപകടവും വലിയ പരാജയവും മുൻപിലുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പിന്മാറുവാൻ മനസ്സാകണം. 4ാമത്തെ ചിന്ത, ഡ്രീംസ് ടേൺ എംപ്റ്റി. സ്വപ്നങ്ങൾ ശൂന്യതകളായി മാറുന്ന അനുഭവം. സഭാപ്രസംഗം എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എക്ലീസിയാസ്റ്റിസ് വായിച്ചിട്ടുണ്ടോ? മായ സകലതും മായ എത്രയും, വാനിറ്റി എവറിത്തിങ് ഈസ് വാനിറ്റി നമ്മൾ വായിക്കുന്ന ഒന്നാണ് അല്ലേ? ഞാൻ ഒരിക്കലൊരു യൂണിവേഴ്സിറ്റി ക്ലാസ് ചോദിച്ചു, എന്തോ ഈ മായ ഒരു പെൺകുട്ടിയുടെ പേരാണ് മായ? നോ, അങ്ങനെയാണോ? അല്ല. വാനിറ്റി എന്ന പദത്തിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാം. ആ ചിന്തയോട് ചേർന്നുകൂടെ ഈ ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റിസ്, സഭാപ്രസംഗിയുടെ പുസ്തകം ആരെഴുതിയ പുസ്തകമാണ് പറയാമോ? എനിവൺ? യെസ്, ശലോമോൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. യെസ്. എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇതൊരു പോസ്റ്റ് എക്സലിക് ടെക്സ്റ്റാണ്. എന്ന് വെച്ചാൽ പ്രവാസാനന്തരം, ശലോമോൻ്റെ കാലം കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞിട്ട് എഴുതപ്പെട്ടൊരു പുസ്തകമാണ് എക്ലീസിയാസ്റ്റിസ്. ശലോമോൻ്റെ രചനകൾ കൂടി ഉൾപ്പെടുത്തി ഓരോ കാലങ്ങളിൽ ശലോമോൻ്റെ ജീവിതം പഠിച്ച ആളുകൾ ശലോമോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ശലോമോൻ്റെ ജീവിത പാഠങ്ങൾ കൂടി ഉൾപ്പെടുത്തി എഡിറ്റ് ചെയ്തൊരു പുസ്തകമാണ് എക്ലീസിയാസ്റ്റിസ്. നമ്മൾ അങ്ങനെ അതിനെ മനസ്സിലാക്കേണ്ടത്. ശലോമോൻ എഴുതിയ കാര്യങ്ങളുണ്ട്, പ്ലസ് ശലോമോൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ച ആളുകൾ, ശലോമോൻ്റെ ചരിത്രം പഠിച്ച ആളുകൾ ആ ശലോമോൻ പറയുന്നതായി സംസാരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു. അവിടെ കാണുന്ന ഒന്നാണ് വാനിറ്റി. എല്ലാം മിഥ്യയാണ്, എല്ലാം ഒന്ന് മീനിങ്ലെസ് ആണ്, അർത്ഥമില്ലാത്തതാണ് എന്നൊക്കെ നമുക്ക് വായിക്കാൻ തക്കവണ്ണം സാധിക്കും. നോക്കൂ പ്രിയമുള്ളവരെ, ഫെയ്ഡിങ് ഇൻസ്പിറേഷൻ, പ്രചോദനങ്ങൾ മങ്ങിപ്പോകുന്ന അനുഭവത്തിലാണ് നമ്മളിത് വായിക്കേണ്ടത്. ശലോമോൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രചോദനങ്ങളും പ്രേരണകളും മങ്ങിപ്പോയി. അന്ധകാരം വ്യാപിച്ചു, വെളിച്ചം നഷ്ടപ്പെട്ടു, നിറം മങ്ങിപ്പോയ അനുഭവം. അവിടെ പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് ഒന്നും ഒരു കാര്യമില്ല, എല്ലാം വാനിറ്റിയാണ്, അർത്ഥമില്ലാത്തതാണ്, മീനിങ്ലെസ് ആണ്, ഒന്നും പ്രാധാന്യമില്ല. പ്രിയമുള്ളവരെ, ഇൻസ്പിറേഷൻ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് കൂപ്പുകുത്തി വീഴുകയാണ്. എല്ലായ്പ്പോഴും മുൻപോട്ട് ജീവിക്കാൻ ഞാൻ പറഞ്ഞു, നമ്മൾ ഇൻസ്പയർ ചെയ്യേണ്ടത് വിസ്ഡമാണ്, ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ളത്. വാനിറ്റി, ഒന്നുമില്ലാത്ത അനുഭവം, വ്യർത്ഥമായ അനുഭവം, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. വാനിറ്റി എന്നുള്ള പദത്തിൻ്റെ റൂട്ട് ലാംഗ്വേജിലെ വേർഡ് ഹെബൽ എന്നുള്ളതാണ്. അതിന് മീനിങ്ലെസ് അല്ലെങ്കിൽ ആവി, വേപ്പർ, ബ്രത്ത്, ശ്വാസം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇത് ചില ചിന്തകർ പറയുന്നത് ഇതിന് അർത്ഥമില്ലാത്ത അനുഭവം നിങ്ങൾ വായിക്കരുത്, ലോജിക്കലല്ലാത്തത് അങ്ങനെ മാത്രം കണ്ടാൽ മതി. വലിയ അധ്വാനങ്ങൾ നടത്തുന്നത് ലോജിക്കലല്ല, വലിയ അച്ചീവ്മെൻറ്റ്സ് നേടുന്നത് ലോജിക്കലല്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ശലോമോനെ ഈ വേദഭാഗത്ത് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിത്തീരുന്നത്. നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ വാനിറ്റി നമുക്കിങ്ങനെ തിരിച്ചറിയാം: ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അപ്പിയറൻസ് ആൻഡ് റിയാലിറ്റി. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അപ്പിയറൻസ് ആൻഡ് റിയാലിറ്റി. സിജോ ജോണച്ചൻ ധർമ്മജ്യോതി വിദ്യാപീഠിലെ അധ്യാപകനാണ്. അദ്ദേഹം 5 വർഷക്കാലം UK പഠനം നിർവഹിച്ച അച്ഛനാണ്. അച്ഛനുമായുള്ള വ്യക്തിപരമായ സംഭാഷണത്തിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമായി തോന്നി. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, UK കാനഡയിലോ ഒക്കെ പോയ വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്, പഠിക്കാൻ പോയവർ എല്ലായ്പ്പോഴും നല്ല അടിപൊളി ഫോട്ടോസിടും. എന്ത് രസമാണ് അത് കാണാൻ, അത് കണ്ടാൽ നമുക്കൊന്ന് പോകാൻ തോന്നും. എന്നാൽ അവരാരും അവർ ജീവിക്കുന്ന മുറിയുടെയോ അവർ ജീവിക്കുന്ന വീടിൻ്റെയോ ഫോട്ടോസ് ഇടാറുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അച്ഛൻ പറയുകയാണ്, അച്ഛൻ അത് ഇടാൻ കൊള്ളത്തില്ല.
ഒരു കട്ടിൽ മാത്രം ഇടാൻ പറ്റുന്ന പരിമിതമായ സാഹചര്യത്തിൽ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരവർ. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അപ്പിയറൻസ് ആൻഡ് റിയാലിറ്റി. ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റും യഥാർത്ഥ ജീവിതവും തമ്മിലുള്ള ഗ്യാപ്പിനെ വാനിറ്റി എന്ന് വിളിക്കുവാൻ നമുക്ക് സാധ്യമായി തീരും. ഈ പുസ്തകത്തെ ഒരു പൊളിറ്റിക്കൽ ക്രിട്ടിക്കായും ഈ പുസ്തകത്തെ സബ്വേഴ്സീവ് വിസ്ഡം ലിറ്ററേച്ചറായും അട്ടിമറിക്കപ്പെട്ട വിസ്ഡം ജ്ഞാന പുസ്തകമായിട്ടൊക്കെ ചിന്തകർ വായിക്കുന്നുണ്ട്. പല രീതിയിൽ ഇതിനെ വായിക്കുന്നുണ്ട്. സോളമനുണ്ടായത് റിയലൈസേഷനായിട്ട് ഇതിനെ കാണുന്നു, അതല്ല സോളമൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങളായിട്ട് ഇതിനെ കാണുന്നു. എന്തു തന്നെയായാലും സോളമന് നഷ്ടപ്പെട്ട, ശലോമോന് നഷ്ടപ്പെട്ട ഇൻസ്പിറേഷൻ, അതിൻ്റെ പ്രതിഫലനമായി ഈ പുസ്തകത്തെ വായിക്കാം. ഫെയ്ഡിങ് ഇൻസ്പിറേഷൻ. നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടോ? എപ്പോഴും ജീവിക്കാൻ എപ്പോഴും പ്രചോദനങ്ങൾ വേണം, തുടർച്ചയായി വേണം, ഇല്ലെങ്കിൽ ജീവിതം വലിയ പരാജയത്തിലേക്ക് പോകും. ഞാൻ പറഞ്ഞു, ഞാൻ കൊറിയൻ സിനിമ കാണുന്ന ആളാണെന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടൊരു സിനിമയെക്കുറിച്ചുകൂടെ പറയാം. നെറ്റ്ഫ്ലിക്സിൽ മൈ ലിബറേഷൻ നോട്ട്സ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാൾ. യെസ്, വെരി ഗുഡ്. ഞാൻ മാത്രമേ ഇത് കാണുന്നുള്ളൂ. മൈ ലിബറേഷൻ നോട്ട്സ് സുന്ദരമായൊരു വെബ് സീരീസാണ്. നിങ്ങൾ കാണണം, പോയി. ഒരു അവാർഡ് പടം പോലൊക്കെ ഇരിക്കും. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ കാണാവും. 3 സഹോദരങ്ങളുടെ കഥയാണ്. പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും, അതുകൊണ്ട് ഒരാളുടെ പേര് മാത്രം പറയാം. മീ ജൂങ്, ഗു, അങ്ങനെയൊക്കെയാണ് ആ ക്യാരക്ടേഴ്സിൻ്റെ പേര്. അപ്പോൾ 3 സഹോദരങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ സിയോളിലേക്ക് പോവുകയാണ് ജോലി ചെയ്യാൻ. എഴുന്നേക്കുന്നതിന് ഇന്ന് പോകണമല്ലോ എന്ന് ആലോചിച്ചാണ്. ജീവിക്കാൻ യാതൊരു ഇൻസ്പിറേഷനും ഇല്ല. ഇഷ്ടംപോലെ പണമുണ്ട്, MNCയിലാണ് വർക്ക് ചെയ്യുന്നത്. ആരെയും പ്രേമിക്കാൻ തോന്നുന്നില്ല, ഒന്നിനോടും ഇഷ്ടം തോന്നുന്നില്ല, അട്രാക്ഷൻ തോന്നുന്നില്ല. ജീവിതം വളരെ ബോറിംഗ് ആയി പോകുന്ന 3 ആളുകൾ. ഒട്ടുമേ ജീവിക്കാൻ ഇൻസ്പിറേഷൻ ഇല്ലാത്ത ആളുകൾ. അവർ അവസാനം ഇൻസ്പിറേഷനെ കണ്ടെത്തുന്ന ഒന്നാണ് ഈ സിനിമയുടെ ഒരു തീം. ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ഗു എന്നാണ്. വളരെ വലിയൊരു ബിസിനസ്സുകാരൻ. അദ്ദേഹം ആ ബിസിനസ്സിലെല്ലാം പരാജയപ്പെട്ട് ഇല്ലാതെയായി. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ, കുഗ്രാമത്തിൽ ഒളിച്ച് താമസിക്കുകയാണ്. ചെറിയ ജോലികളൊക്കെ ചെയ്ത് താമസിക്കുകയാണ്. ആരെയും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ താമസിക്കുന്ന ആ വീട്ടിന് തൊട്ടപ്പുറത്തൊരു പെൺകുട്ടി വന്ന് ഇദ്ദേഹത്തെ നിരന്തരമായി വീക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ അവളുടെ ഇഷ്ടം പറയുകയാണ്. ഐ വോണ്ട് ടു വേർഷിപ്പ് യു, എനിക്ക് നിന്നെ ആരാധിക്കണം. അത് പറയുമ്പം പോലും യാതൊരു വികാര വ്യത്യാസവുമില്ലാതെ, ഭാവവ്യത്യാസവുമില്ലാതെ മദ്യക്കുപ്പിയുമായി നടന്നു നീങ്ങുന്നൊരു മനുഷ്യൻ. സ്വന്തം ഛർദിൽ വൃത്തിയാക്കുന്ന ആളിനോട് പോലും ഒരു താങ്ക് യു പറയാതെ പോകുന്നൊരു മനുഷ്യൻ. ജീവിക്കാനേ താല്പര്യം, എങ്ങനെയും മദ്യപിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനൊടുവിൽ കണ്ടെത്തുകയാണ്, ലോകത്തിലെ ഒരു ഇൻസ്പിറേഷനും ഒരു കാര്യവും എന്നെ ഇൻസ്പയർ ചെയ്യുന്നില്ല, എനിക്ക് പ്രചോദനമില്ല. ഞാൻ പ്രചോദനം കണ്ടെത്തേണ്ടത് മറ്റെവിടുന്നുമാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ വളരെ ടൈനി ആയിട്ടുള്ള, ചെറുതായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ അതിൽ പ്രചോദനം കണ്ടെത്തേണ്ടതായിട്ട് വരും ജീവിക്കണമെങ്കിൽ എന്ന അർത്ഥത്തിലാണ് ആ സിനിമ അവസാനിപ്പിക്കുന്നത്. വിമോചനം, ലിബറേഷൻ, അത് സാധ്യമാകുന്നത് ഇറ്റ്സ് നോട്ട് എ ഗ്രാൻഡ് എസ്കേപ്പ്. അത് സാധ്യമാകുന്നത് ചെറിയ കാര്യങ്ങളിൽ പ്രചോദനം കണ്ടെത്തുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങളും ലിബറേഷനും സാധ്യമാകുന്നതെന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ഇൻസ്പയർ ചെയ്യേണ്ടത് ദൈവികമായിട്ടുള്ള ഒന്നായിരിക്കണം. നമ്മളെപ്പോഴും പ്രചോദിപ്പിക്കേണ്ടത് ദൈവത്തോടുള്ള വിശ്വസ്തതയും മറ്റുള്ളവരുടെ വിശ്വസ്തതയും നീതിയും ന്യായവും നിർവഹിക്കുന്ന ജീവിതവുമായിരിക്കണം. അവിടെ മാത്രമേ പ്രചോദനം എല്ലായ്പ്പോഴും നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് അസ്തമിച്ചു പോകുന്ന അനുഭവം ഉണ്ടാകും. ലക്കി ഭാസ്കർ കണ്ടവരാ നിങ്ങൾ, പൊന്മാനം കണ്ടവരാ നിങ്ങൾ. എന്നെ സംബന്ധിച്ച് എന്നെ ഇൻസ്പയർ ചെയ്തത് കൊല്ലത്തെ ലോഡ്ജിൽ ബ്രൂണോയോട് തർക്കിക്കുന്ന, ആക്രോശിക്കുന്ന PP അജേഷിൻ്റെ വാക്കുകളാണ്. കാരണവന്മാരായി ഞങ്ങൾക്ക് 4 അണ തന്നിട്ടില്ല, എങ്കിലും നമ്മൾ പോരാടും, എങ്കിലും ഞങ്ങൾ ജീവിക്കും, പറ്റുന്നിടത്തെല്ലാം എൻജോയ് ചെയ്യും, പറ്റുന്നിടത്തെല്ലാം ഫൈറ്റ് ചെയ്യും, വിശ്വസ്തത കാണിക്കും എന്നിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇപ്പോൾ ഈ മേശപ്പുറത്ത് ലക്ഷ്യങ്ങൾ വരുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഞാൻ മറ്റുള്ളവരോട് കാണിക്കുന്ന വിശ്വസ്തതയും സത്യസന്ധതയുമാണ് ഞാൻ നിലനിൽക്കുന്നത്. അതാണ് ഇൻസ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ തട്ടിപ്പും കാണിച്ച് അമേരിക്കയ്ക്ക് അവസാനം പറക്കുന്ന ലക്കി ഭാസ്കറാണോ? ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. അവസാനത്തെ ചിന്ത, ആസ് എ കൺക്ലൂഡിങ് തോട്ട്, ഇൻസ്പയർഡ് ലിവിങ് റിഫ്ലക്റ്റ് ട്രൂ വിസ്ഡം ഫോർ ഗോഡ്സ് ഗ്ലോറി. പ്രചോദനാത്മകമായിട്ടുള്ള ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിനായി സത്യജ്ഞാനത്തെ പ്രതിഫലിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത. അതിനാധാരമായ ഒരു വാക്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. യാക്കോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അത് നമുക്ക് ഈ സ്ക്രീനിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ബട്ട് ദ വിസ്ഡം ഫ്രം എബവ് ഈസ് ഫസ്റ്റ് പ്യുവർ, ദെൻ പീസബിൾ, ജെൻറ്റിൽ, willing to yield, full of mercy and good fruits, without a trace of partiality or hypocrisy.
വളരെ വേഗത്തിൽ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അത് നിർമ്മലമായ ഒന്നാണ്, നീതി ആവശ്യപ്പെടുന്ന ഒന്നാണ്, ചൂഷണത്തെ നിരസിക്കുന്ന ഒന്നാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അത് ഐക്യതയെ ആഘോഷിക്കുന്ന ഒന്നാണ്, നേരുള്ള ഒന്നാണ്, സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്, അത് മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഇടുങ്ങിയ നിയമങ്ങൾക്കപ്പുറമായി ദൈവത്തിൻ്റെ കൃപയോടുകൂടെ ജീവിപ്പാൻ ബലപ്പെടുത്തുന്ന ഒന്നാണ്. എല്ലായ്പ്പോഴും കരുണ വിളമ്പുന്ന ഒന്നാണ് ശരിയായ ജ്ഞാനം. നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മളെ പ്രചോദിപ്പിക്കേണ്ടതും ഈ ജ്ഞാനം മാത്രമാണ്. പ്രിയമുള്ളവരെ, ശലോമോന് ലഭിച്ച ജ്ഞാനത്തെ ഒരു പുതിയ തലത്തിൽ, പുതിയ നിയമത്തിൽ യാക്കോബ് ശ്ലീഹ അവതരിപ്പിക്കുകയാണ്, പറയുകയാണ്. അതിൻ്റെ എല്ലാ കുറവുകളെയും നികത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ദൈവത്തിൻ്റെ ഗിഫ്റ്റായി കിട്ടിയ ജ്ഞാനം, അത് നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പ്യുവർ, പീസബിൾ, ജെൻറ്റിൽ, വില്ലിങ്നെസ് ടു ഈറ്റ്, ഫുൾ ഓഫ് മേഴ്സി, ഫ്രൂട്ട്ഫുൾ, ഗുഡ് ഫ്രൂട്ട്സ്, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതൊരു ജീവിത അനുഭവം കൂടിയാണ്. ഒരു വൈദികനായി ശുശ്രൂഷയിലായിട്ട് 4 വർഷം മാത്രം പൂർത്തീകരിക്കുന്ന ആളാണ് ഞാൻ. എപ്പോഴെങ്കിലും ഇൻസ്പിറേഷൻ നഷ്ടപ്പെടുന്ന അനുഭവത്തിൽ, മടുപ്പ് തോന്നുന്ന അനുഭവത്തിൽ മനഃപൂർവ്വമായി വായിക്കാൻ ശ്രമിക്കുന്ന 3 പുസ്തകങ്ങളുണ്ട്. ഓർമ്മകളും കുറിപ്പുകളും, യുഹാനോൻ മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ ജീവചരിത്രം, അദ്ദേഹം എഴുതിയ പുസ്തകം, അദ്ദേഹത്തിൻ്റെതായ പുസ്തകം, സഭയെക്കുറിച്ചുള്ള ദർശനത്തിൻ്റെ പുസ്തകം. അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ദൈവകൃപയുടെ തണലിൽ എപ്പോഴും പ്രചോദിപ്പിക്കുന്ന പുസ്തകം. അതോടൊപ്പം തീർത്ഥാടകൻ്റെ കാൽപ്പാടുകൾ എന്ന വെനിറവറൻ CG അലക്സാണ്ടർ അച്ഛൻ്റെ പുസ്തകം മനഃപൂർവ്വമായി വായിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്. ഈ പട്ടക്കാരനെ കുറിച്ച് കൂടി ഇരിക്കുന്ന മുതിർന്ന വൈദികർക്ക് എല്ലാവർക്കും അറിയാം, മുതിർന്ന ആളുകൾക്കെല്ലാം അറിയാം. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ സഭയിൽ വളരെ ഫ്രൂട്ട്ഫുള്ളായി മിനിസ്റ്റർ ചെയ്ത ഒരു വികാരി ജനറൽ അച്ഛൻ, സഭാ സെക്രട്ടറിയായി ദീർഘവർഷം ശുശ്രൂഷ ചെയ്ത, സഭയിൽ ഭിന്നതയുണ്ടായപ്പോൾ വളരെ അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്ത് ഭിന്നതകളെ പരിഹരിക്കുവാൻ ശ്രമിച്ച ഒരു പട്ടക്കാരൻ. അദ്ദേഹം ഓൾ ഇന്ത്യ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആളാണ്. നമ്മുടെ ഇന്നത്തെ ദേശീയ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആളാണ്. അന്നത്തെ MA ബിരുദധാരിയാണ്. അദ്ദേഹം മറ്റൊരു ശുശ്രൂഷയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു വൈദികനാകാൻ അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തത് ഐരൂരച്ഛൻ്റെ കണ്ണീരാണ്. അദ്ദേഹം അത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഐരൂരച്ഛൻ കൂടെ വിളിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ കണ്ണീര് കണ്ടപ്പോഴാണ് എൻ്റെ അഭിലാഷം ഞാൻ ക്രമീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ വഴിയിലാണെന്നും എൻ്റെ വിശ്വാസവും എൻ്റെ താലന്തുകളും ദൈവത്തിനായി പ്രയോഗിക്കേണ്ടത് ഈ സഭയിലൂടെയാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ആ മനുഷ്യൻ പറയുന്ന അനുഭവം, ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അദ്ദേഹം നൽകിയൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണം, ലൈഫ് റൂൾ അതിതായിരുന്നു, നിനക്ക് വേണ്ടി നീ വൻ കാര്യങ്ങൾ ആഗ്രഹിക്കരുത്, നിനക്ക് വേണ്ടി നീ വൻ കാര്യങ്ങൾ ആഗ്രഹിക്കരുത്, മറിച്ച് ദൈവത്തിന് വേണ്ടി നീ വൻ കാര്യങ്ങൾ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ അഭിലാഷങ്ങളിൽ പങ്കുചേരുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നമ്മളെ ഇൻസ്പയർ ചെയ്യേണ്ടത് തമ്പുരാൻ്റെ വചനമാണ്, ദൈവത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനമാണ്. പർപ്പസ് നഷ്ടപ്പെടുമ്പോൾ ആസ്പിറേഷൻസ് തിരിഞ്ഞു പോകും, അഭിലാഷങ്ങൾ മാറിപ്പോകും. നിരന്തരമായി നമ്മൾ ദൈവവചനത്തോട് ചേർന്ന് ജീവിച്ചാൽ ജീവിക്കാനുള്ള പ്രചോദനം നമുക്ക് ലഭ്യമായിക്കൊണ്ടേയിരിക്കും. മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധ്യമായി തീരും. ക്രിസ്തു പറഞ്ഞു, സോളമനേക്കാൾ വലിയവൻ ഇതാ. നാളെ ക്രിസ്തുവിലുള്ള അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രചോദനങ്ങളും നമ്മൾ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട റെൻസേഷൻ നമ്മോട് സംസാരിക്കും. സോളമൻ്റെ എല്ലാ കുറവുകളും നികത്തുന്ന അനുഭവം ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. പ്രിയമുള്ളവരെ, അതിനായി നമുക്കൊരുങ്ങാം. നമുക്ക് നമ്മെ ദൈവമുൻപാകെ സമർപ്പിക്കാം. നമ്മുടെ അഭിലാഷങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ ക്രമീകരിക്കാം. നിരന്തരമായി ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. വേദപുസ്തകം, വചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. അഭിലാഷങ്ങൾ തിരിഞ്ഞു പോകാതെ എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇൻസ്പയറായി ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ വലിയവനായ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.